പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ തിരുനാമം ഇന്ന് ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് ദൈവപാദപീഠത്തിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന നല്ല ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ, എഴുന്നേറ്റ് വരുമ്പോൾ, നാം കിടക്ക വിട്ട് എഴുന്നേറ്റ് വരുമ്പോൾ സൂര്യപ്രകാശം കാണുന്നത് പോലെ ദൈവത്തിൻ്റെ ശോഭ കണ്ടെഴുന്നേൽക്കുവാൻ, കർത്താവിൻ്റെ നീതിസൂര്യനാകുന്ന കർത്താവിൻ്റെ ശോഭ കണ്ടെഴുന്നേൽക്കുവാൻ, ആ പ്രകാശം കണ്ടെഴുന്നേൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപയും ശക്തിയും ബലവും പകർന്നു തന്ന്, കർത്താവിൻ്റെ ശക്തി നമ്മുടെ മേൽ പകർന്ന് ഈ ദിവസം ജീവിപ്പാൻ ആവശ്യമാകുന്ന എല്ലാ ദൈവകൃപയും ശക്തിയും ബലവും പകർന്ന് നമുക്ക് വേണ്ടിയതെല്ലാം, ജീവനും ഭക്തിക്കും വേണ്ടിയതെല്ലാം നൽകി തരുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഈ പ്രഭാതം ദൈവവചന ധ്യാനത്തിനായി 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കുന്നു. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവേഷ്ടം. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഒരു നല്ല ദൈവവചനം. ക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ച് ദൈവേഷ്ടം. ഇങ്ങനൊരിഷ്ടം നമ്മളെക്കുറിച്ചുണ്ട് എന്ന് എത്ര പേര് ഈ പ്രഭാതത്തിൽ ചിന്തിക്കുന്നുണ്ട്? നിങ്ങൾക്കൊരിഷ്ടമുണ്ട്, നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരിഷ്ടമുണ്ട്. എന്നെക്കുറിച്ച് എനിക്കൊരിഷ്ടമുണ്ട്, എന്നെക്കുറിച്ച് ദൈവത്തിനൊരിഷ്ടമുണ്ട്. 3 വാക്കുകൾ അവിടെ പറയുന്നു. എപ്പോഴും സന്തോഷിപ്പീൻ. അത് നമ്മളെക്കുറിച്ച് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഇഷ്ടമാണ്. എപ്പോഴും സന്തോഷിപ്പീൻ. പക്ഷെ അത് സാധിക്കുന്നൊരു കാര്യമല്ല. ചിലപ്പോഴൊക്കെ വേദനിക്കും, ചിലപ്പോഴൊക്കെ സങ്കടപ്പെടും, ചിലപ്പോഴൊക്കെ കരയും, ചിലപ്പോഴൊക്കെ ദേഷ്യം തോന്നും, ചിലപ്പോഴൊക്കെ മറ്റാരോടെങ്കിലും പരിഭവം തോന്നും, ബുദ്ധിമുട്ട് തോന്നും. ഇതൊക്കെയാണ്. അപ്പോൾ അന്നേരമൊക്കെ സന്തോഷമല്ല, ദേഷ്യവും സങ്കടവും വിവിധ ഭാവങ്ങളും വിവിധ ഭാവാനുഭവങ്ങളും ഹൃദയത്തിനകത്തും മുഖത്തും വിരിയും. ദേഷ്യവും സങ്കടവും കോപവും ഭയവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിനിടയ്ക്കാണ് കർത്താവ് പറയുന്നത് എപ്പോഴും സന്തോഷിപ്പീൻ. എന്നാൽ നമുക്കിതെല്ലാ സാഹചര്യങ്ങളും വരുമ്പോൾ, വേദന വരുന്നു, സങ്കടം വരുന്നു, ബുദ്ധിമുട്ടുകൾ വരുന്നു, പ്രതിസന്ധി വരുന്നു, ആ സമയത്ത് സന്തോഷിക്കാൻ കഴിയുമോ? ഒട്ടുമുക്ക പേർക്കും കഴിയില്ല. പക്ഷേ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പീൻ, എൻ്റെ പിതാവിൽ വിശ്വസിപ്പീൻ. എൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയിട്ട് നിങ്ങളെ എൻ്റെ അടുക്കൽ, ഞാൻ ഇരിക്കുന്ന ഇടത്തിരിക്കാൻ വീണ്ടും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്പൊ ഈ വചനം വായിക്കുക, എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രത്യാശ, അതായത് ഒരു സ്ത്രീ പ്രസവിക്കുമ്പോൾ, പൗലോസ് അപ്പോസ്തലൻ പറയുന്നതിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പ്രസവ വേദന ഭയങ്കര വേദനയാണ്. പക്ഷെ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ആ വേദന അങ്ങ് മാറിപ്പോകും. ഒരു ആശ്വാസം കണ്ടെത്തും. കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ആശ്വാസമാകും. ഹല്ലേലൂയ. കുഞ്ഞ് ജനിക്കുമ്പോൾ ഉള്ള ആശ്വാസം, ആ വേദന അങ്ങ് മറന്നുപോകും. ഇതുപോലെയാണ് ഈ ലോകത്തിലെ കഷ്ടവും സങ്കടവും വേദനയൊക്കെ. ഇത് ഒരു പ്രത്യാശ നമ്മുടെ മുമ്പിലുള്ളപ്പോ, കുഞ്ഞിന്റെ മുഖം കാണുമ്പോൾ അമ്മ ആ ദുഃഖവും സങ്കടവും വേദനയും മറന്നു പോകുന്നത് പോലെ നമ്മുടെ പ്രത്യാശ ഓർക്കുമ്പോൾ, കർത്താവിനോട് കൂടെ വസിക്കുന്നത് ഇരിക്കുന്നത് ഓർക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ കഴിയുമെന്ന്. നമുക്ക് ദൈവത്തിൽ വിശ്വസിച്ചാൽ സന്തോഷിക്കാൻ കഴിയുമെന്ന്. എപ്പോഴും സന്തോഷിപ്പീൻ. 2, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ. 2-ാമത്തെ കാര്യമാണ്. പ്രതിസന്ധി ഇല്ലെന്നല്ല, വേദന ഇല്ലെന്നല്ല, ദുഃഖവും പ്രതിസന്ധിയും വേദനയും ഉള്ളപ്പോഴും അവിടെ ഒരു വാക്ക്, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ എന്ന വാചകം പറയുമ്പോൾ എപ്പോഴും ഒരു പായി എടുത്തിട്ട് മുട്ടയിലിരിക്കാനല്ല, അല്ലെങ്കിൽ 24 മണിക്കൂറും പള്ളിയിലിരിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. ഹൃദയം ദൈവവുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അത് പ്രാർത്ഥനയാണ്. ദൈവത്തോടുള്ള സംസാരമാ പ്രാർത്ഥന. നമുക്ക് പറ്റാത്ത സാഹചര്യങ്ങളിൽ, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, നമ്മളിവിടെ തകർന്നു പോകുന്ന സാഹചര്യങ്ങളിൽ അപ്പോഴും പ്രാർത്ഥിക്കണം. ദൈവം നന്മ ചെയ്ത് ഉപകാരം ചെയ്യുമ്പോൾ അപ്പോഴും പ്രാർത്ഥിക്കണം. സാഹചര്യം മുഴുവൻ എതിരായിട്ട് നിൽക്കുമ്പോൾ അപ്പോഴും പ്രാർത്ഥിക്കണം. രേഖ വിരോധമായിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അപ്പോഴും എഴുതിയിരിക്കുന്നു, ദാനിയേൽ 3 നേരവും യെരൂശലേമിന് നേരെയുള്ള കിളിവാതിൽ തുറന്നിട്ട് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. യെരൂശലേമിന്റെ മതിൽ ചുട്ട് തീ വെച്ച് വെന്തിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ
അപ്പോഴും നെഹമ്യാവ് പ്രാർത്ഥിച്ചു. പെനീനെ മുഷിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോഴും ഹന്ന ആലയത്തിനകത്ത് പ്രാർത്ഥിച്ചു. യാക്കോബിന്റെ തലവെട്ടിയത് കണ്ട് സന്തോഷമായി, യഹൂദന്മാർക്ക് സന്തോഷമായി എന്ന് കണ്ട് 2 ചെങ്ങലയാൽ ബന്ധിച്ച് അകത്തിട്ട് പത്രോസിനെ ഇട്ടിരിക്കുമ്പോൾ അപ്പോഴും സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. എപ്പോഴും പ്രാർത്ഥിപ്പീൻ. സന്തോഷത്തിന്റെ സമയത്ത്, സന്താപകാലത്ത്, വേദനയുടെ സമയത്ത്, പ്രതിസന്ധിയുടെ സമയത്ത്, മുന്നോട്ട് പോകാൻ കഴിയാത്ത സമയത്ത് പ്രാർത്ഥിക്കുക. ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്ന വ്യക്തിയാണോ മനുഷ്യന് മുമ്പിൽ മുട്ടുമടക്കേണ്ടി വരത്തില്ല. ദൈവസന്നിധിയിൽ തല ഉനിക്കുന്ന വ്യക്തിയാണോ മനുഷ്യന് മുമ്പിൽ തല ഉനിക്കേണ്ടി വരികയില്ല. ദൈവസന്നിധിയിൽ നടുവളച്ച് ദൈവസന്നിധിയിൽ താഴാൻ മനസ്സുണ്ടോ മനുഷ്യന് മുമ്പിൽ താഴേണ്ടി വരികയില്ല. ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞെ, നീ ലജ്ജിച്ചു പോകയില്ല. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, കർത്താവിനോട് സംസാരിച്ചുകൊണ്ടിരിപ്പീൻ, ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിപ്പീൻ. 3-ാമത്തെ വാക്ക് പറയുന്നു, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. എല്ലാറ്റിനും എന്ന് പറയുമ്പോ കർത്താവ് ഒരു വാഹനം തന്നു, സ്തോത്രം. വീട് തന്നു, സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ തന്നു, സ്തോത്രം. കർത്താവ് വിശേഷ സൗകര്യങ്ങൾ സാഹചര്യം തന്നു, അടയ്ക്കപ്പെട്ട വഴി തുറന്നു, സ്തോത്രം. അല്ല കുഞ്ഞെ, ചൂടെ വ്യത്യസ്തമായിട്ട് പറയട്ടെ, അത് ഹബക്കൂക്കിന്റെ ഭാഷയിൽ പറയാം. അത്തിവൃക്ഷം ഫലം തന്നിട്ടില്ല, മുന്തിരി നീ കായ്ക്കയില്ല, ഗോശാലകളിൽ കന്നുകാലികൾ അതില്ലാതെ പോയി, ആട്ടുതൊഴുത്തിലെ ആടുകൾ ചത്തുപോയി, എല്ലാം പ്രതികൂലമായിരിക്കുന്നു. അപ്പോഴും ഞാൻ സർവശക്തനായ യഹോവയിൽ പുകഴും. അതാ എല്ലാറ്റിനും സ്തോത്രം ചെയ്യാൻ പറയുന്നത്. ഒന്നുകൂടി കടത്തി പറയാം. 10 ശവപ്പെട്ടി അടുക്കി വെച്ച് തൻ്റെ 1100 മൃഗസമ്പത്തും പോയി, വീട് പോയി, വയല് പോയി, തനിക്കുണ്ടായിരുന്നെല്ലാം നഷ്ടപ്പെട്ട് 10 മക്കളുടെ പ്രാണനും പോയി, എല്ലാം നഷ്ടപ്പെട്ട് തന്റെ ശരീരത്തിൽ ചൊറിയും ചെരങ്ങുമായിട്ട് ഓട്ട് കഷ്ണം കൊണ്ട് ചിരണ്ടിക്കിട്ട് കിടക്കുമ്പോ അവിടെ പറഞ്ഞു, ഭാര്യ എന്ന് പറഞ്ഞു, ഇനി ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കാതെ ത്യജിച്ച് കളഞ്ഞ് ചത്തുകളക, ദൈവത്തെ ത്യജിച്ച് ചത്തുകളക. അവിടെ യോബ് പറയുന്ന മറുപടിയുണ്ട്, യഹോവ തന്നു, യഹോവ എടുത്തു, അവന്റെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ഇതിന്റെ പേരാ എല്ലാറ്റിനും സ്തോത്രം ചെയ്യേ. കുഞ്ഞെ, ഇത് നിന്നെ കുറിച്ച് ദൈവത്തിന്റെ ഇഷ്ടമാണെന്നൊന്ന് മനസ്സിലാക്കിക്കേ. ഈ സാഹചര്യം എന്നുമില്ല, ഇത് ദൈവത്തിന്റെ പരീക്ഷണശാലയിലാണ്. നീ ചിലപ്പോ ദൈവത്തിന്റെ ടെസ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുക. ദൈവം തരുന്ന ടെസ്റ്റിനകത്ത് നീ പാസ്സാകുമോ എന്നറിയാൻ നീ എഴുതിക്കൊണ്ടിരിക്കുക. ഞാൻ മരുഭൂമി 40 ആണ്ടാ തലമുറയോട് എനിക്ക് നീരസപ്പെടാൻ ഞാൻ അവരെ മരുഭൂമിയിൽ പരീക്ഷിച്ച് ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നിനക്കൊരു ടെസ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുക. നീ ഒരു പരീക്ഷയ്ക്കകത്താ പതറിപ്പോകരുത്. യഹോവ തന്നു, യഹോവ എടുത്ത്, അവന്റെ നാമം മഹിമപ്പെടട്ടെ. കർത്താവിനോട് നീ നന്ദി പറ. എല്ലാറ്റിനും സ്തോത്രം ചെയ്വീൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവിൽ ദൈവ ഇഷ്ടം. ഇന്ന് നമ്മൾ ഇഷ്ടം ഒന്ന് തിരിച്ചറിഞ്ഞേ, ദൈവത്തിന് നമ്മളോടുള്ള ഇഷ്ടം ഒന്ന് തിരിച്ചറിഞ്ഞേ. എല്ലാറ്റിനും സ്തോത്രം. ഈ വെള്ളത്തിനായി സ്തോത്രം ചെയ്തേ, ഈ മഴക്കാലത്തിനായി സ്തോത്രം ചെയ്തിട്ടേ, ഈ പ്രതികൂല സാഹചര്യത്തിനകത്ത് നമുക്ക് കറണ്ട് കെട്ട് വരാതെ സംരക്ഷിക്കുന്നു. നമുക്ക് ദൈവകൃപ ധാരാളമായി തരുന്നു. ദൈവത്തോട് സ്തോത്രം ചെയ്യും. ഇതല്ലോ ക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ച് ദൈവേഷ്ടം. ദൈവേഷ്ടത്തിനായി നമുക്ക് നമ്മെ ഒന്നുകൂടി സമർപ്പിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൽ ഞങ്ങളെക്കുറിച്ചുള്ള ദൈവേഷ്ടം തിരിച്ചറിയുവാനും അതനുസരിച്ച് ജീവിക്കാനും സ്വർഗത്തിലെ ദൈവമേ അവിടെ ഞങ്ങൾക്ക് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ കൃപ ഞങ്ങളോട് കൂടെ പകരുന്നതിനായി സ്തോത്രം. ക്രിസ്തുവിൽ ഞങ്ങളെക്കുറിച്ചുള്ള ദൈവേഷ്ടം നിവർത്തിക്കാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളോട് കൂടെയുള്ളതിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കൃപ കൂടിയിരിക്കുന്ന കർത്താവേ, അവിടുത്തെ സാന്നിധ്യം കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധമായ നാമത്തിൽ അനുഗ്രഹിക്കും. യഹോവ കൂടിയിരിക്കും, ആത്മാവിൽ അനുഗ്രഹിക്കും. തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അസാധാരണ സാന്നിധ്യത്താൽ നിറയ്ക്കുന്നു. ദൈവകൃപ കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ കരം കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്ക് ദൈവത്തിന് ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണം. ഹൃദയം കലങ്ങി പോകാതെ എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ. എല്ലാറ്റിനും സ്തോത്രം ചെയ്യും. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവിൽ ദൈവേഷ്ടം. അത് ചെയ്യുവാൻ സ്വർഗം ഞങ്ങളെ പഠിപ്പിക്കണമേ, അത് ഞങ്ങളെ പ്രാപ്തരാക്കണമേ. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന ഇരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.